അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅ്മാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂല ഫഖദ് ഫാസ ഫൗസൻ അളീമാ. റബ്ബി ഷ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി സിദ്നാ ഇൽമൻ നാഫിയ റബ്ബി സിദ്നാ ഇൽമൻ നാഫിയ റബ്ബി സിദ്നാ ഇൽമൻ നാഫിയ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയെല്ലാം അല്ലാഹു അവൻ്റെ അനുഗ്രഹീത സ്വർഗ്ഗത്തിൽ ഒത്തുകൂട്ടുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്നും ഒരാൾ പോലും അവൻ്റെ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽപ്പെട്ട് പരാജയപ്പെടാൻ ഇടയാക്കല്ലേ റഹ്മാനെ. യാ അല്ലാഹ്, ഇന്ന് ഈ നിമിഷം വരെ ഞങ്ങളിൽ നിന്നും സംഭവിച്ചു പോയ അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായ രഹസ്യവും പരസ്യവുമായ എല്ലാ പാപങ്ങളും കാരുണ്യവാനായ നാഥൻ പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിമേലിൽ തെറ്റ് ചെയ്യാതെ ജീവിക്കുവാൻ സർവശക്തനായ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഐഷ റളിയല്ലാഹു അൻഹ, മഹദിയായ ഐഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമളാനിൽ മറ്റു മാസങ്ങളേക്കാൾ കഠിനാധ്വാനം ചെയ്യുമായിരുന്നു. റമളാനിലെ അവസാനത്തെ 10 രാത്രികളിൽ മറ്റ് ദിവസങ്ങളേക്കാൾ കഠിനാധ്വാനം നടത്തുമായിരുന്നു. മാത്രമല്ല, ഐഷ റളിയല്ലാഹു അൻഹ പറയുന്നു, റമളാനിലെ അവസാനത്തെ 10 രാത്രികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഅ്തികാഫ് ഇരിക്കാറുണ്ട്. റമളാനിലെ അവസാനത്തെ 10 ദിവസങ്ങളിൽ ലൈലത്തുൽ ഖദറിനെ നിങ്ങൾ ശ്രദ്ധാപൂർവം പ്രതീക്ഷിച്ചു കൊള്ളുക എന്ന് അവിടുന്ന് പറയാറുണ്ടായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായിട്ട് പറയുന്നു, വിശ്വസിച്ചുകൊണ്ടും പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടും ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ ആരെങ്കിലും നിശാ നമസ്കാരം നടത്തിയാൽ അള്ളാഹു അവൻ്റെ കഴിഞ്ഞ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കുന്നതാണെന്ന് ഖാല സയ്യിദിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വർഷത്തേക്കുള്ള ആഹാരം, മരണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം അള്ളാഹു അതിന് നിശ്ചയിക്കുന്ന മലക്കുകൾക്ക് ഏൽപ്പിക്കുന്നത് ഈ രാത്രിയിലാണ്. സകല കാര്യങ്ങളും അള്ളാഹു നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും ഒരു വർഷത്തേക്ക് നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങൾ അതിന് നിശ്ചയിക്കപ്പെട്ട മലക്കുകൾക്ക് വെളിവാക്കി കൊടുക്കുകയും ഉത്തരവാദിത്വ നിർവഹണത്തിന് ഉള്ള സന്ദർഭമായതുകൊണ്ട് ആയതുകൊണ്ടാണ് ഈ രാത്രിയെ നിർണയത്തിൻ്റെ രാത്രി എന്ന് പേര് നൽകിയത്. ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയെ മഹത്വത്തിൻ്റെ രാത്രി എന്നും ഖുർആൻ പണ്ഡിതർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. കാരണം അള്ളാഹു അത്യുന്നതമായ പദവി നൽകിയ രാത്രിയാണ് ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി. കാരണം ഏറ്റവും മഹത്തായ ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ ഏറ്റവും മഹത്തായ സമുദായത്തിന് വേണ്ടി ഏറ്റവും മഹാനായ പ്രവാചകൻ അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതീർണമായ രാത്രിയാണ് ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി. ആരാധനകൾക്ക് പ്രത്യേക സ്ഥാനവും പ്രതിഫലവും ലഭിക്കുന്ന രാത്രിയാണ്. സ്ഥാനമില്ലാത്ത വിശ്വാസികൾക്ക് സ്ഥാനാരോഹണമുണ്ടാകുന്ന രാത്രി, മഹാത്മാരായ മലക്കുകൾ അവതരിക്കുന്ന രാത്രി, നമ്മുടെ എല്ലാം പാപമോചനത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും വിശേഷ രാത്രി. ഇതിൽ പരം മഹത്വം മറ്റെന്തുണ്ട്? അതുകൊണ്ട് ഈ രാത്രിയെക്കുറിച്ച് മഹത്വത്തിൻ്റെ രാത്രി എന്നും പറയുന്നു. ഈ രാത്രിയിൽ നമസ്കാരം, ദാനധർമ്മം, പ്രാർത്ഥന, തൗബ, ഇഅ്തികാഫ്, ഖുർആൻ പാരായണം, ദിക്ർ, സലാത്തുകൾ കൊണ്ട് ഈ രാത്രിയെ നമ്മൾ ധന്യമാക്കേണ്ടതാണ്. ഇതിൻ്റെ എല്ലാം പ്രതിഫലം കൊണ്ടാണ് ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ പടിവാതുക്കൾ നമ്മൾ സങ്കടങ്ങൾ ബോധിപ്പിക്കേണ്ടത്. ലൈലത്തുൽ ഖദറിൻ്റെ മഹാത്മ്യം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് സക്കാത്തിനെ കുറിച്ച് കുറച്ച് മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ കൽപ്പനയനുസരിച്ച് ഒരു മുസ്ലിം തൻ്റെ സമ്പത്തിൽ നിന്നും ഒരു നിശ്ചിത അളവ് പാവപ്പെട്ടവർക്ക് നൽകുന്നതിനാണ് സക്കാത്ത് എന്ന് പറയുന്നത്. ഇനി സക്കാത്ത് നിർബന്ധമാകുന്നതിനുള്ള നിബന്ധനകളുണ്ട്. 1 മുസ്ലിമായിരിക്കുക, 2 സ്വതന്ത്രനായിരിക്കുക, 3 സക്കാത്ത് നിർബന്ധമാകുന്ന അളവിലുള്ള സമ്പത്തിൻ്റെ ഉടമയായിരിക്കുക, 4 സമ്പത്ത് 1 വർഷം കൈവശമുണ്ടായിരിക്കുക, 5 കുട്ടി, ഭ്രാന്തൻ, വിഡ്ഢി എന്നിവരുടെ സമ്പത്ത്
സമ്പത്തുകളിലും സക്കാത്ത് നിർബന്ധമാണ്. അത് അവരുടെ വലിയ അല്ലെങ്കിൽ രക്ഷാധികാരിയാണ് ഇവരുടെ സമ്പത്തിൽ നിന്നും സക്കാത്ത് നൽകേണ്ടത്. സ്ത്രീകൾ ഉപയോഗിക്കൽ അനുവദനീയമായ നിക്ഷേപമാക്കി സൂക്ഷിക്കാത്ത ആഭരണങ്ങൾക്ക് സക്കാത്ത് നിർബന്ധമില്ല. ഒരു വർഷം പൂർത്തിയാവുകയും സക്കാത്ത് നൽകൽ സൗകര്യപ്രദമാവുകയും ചെയ്താൽ സക്കാത്ത് നൽകുന്നതിനെ താമസിപ്പിക്കൽ ഹറാമാണ്. വർഷം തികയുന്നതിന് മുമ്പ് സക്കാത്ത് താമസിപ്പിക്കൽ ഹറാമാണെന്നും വർഷം തികയുന്നതിന് മുമ്പ് സക്കാത്ത് നൽകിയാൽ അത് വീടപ്പെടുന്നതുമാണ്. സക്കാത്തിന് അർഹരായവരുണ്ട്. അത് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ 215 ആയത്തിൽ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നു. യസ്അലൂനക മാദാ യുൻഫിഖൂൻ ഖുൽ മാ അൻഫഖതും മിൻ ഖൈറിൻ ഫലിൽ വാലിദൈനി വൽ അഖ്റബൈനി വൽ യതാമാ വൽ മിസ്കീനി വഇബ്നുസ് സബീലി വമാ തഫഅലൂ മിൻ ഖൈറിൻ ഫഇന്നല്ലാഹ ബിഹി അലീം. അല്ലാഹു പറയുന്നു, യസ്അലൂനക മാദാ യുൻഫിഖൂൻ, നബിയെ നിന്നോട് ചോദിക്കുന്നു അവർ എന്താണ് ചിലവഴിക്കേണ്ടതെന്ന്. നീ പറയുക റസൂലേ, നീ പറയുക, മാ അൻഫഖതും മിൻ ഖൈറിൻ, നിങ്ങൾ നല്ല നിലയിൽ ചിലവഴിക്കേണ്ടത് ഫലിൽ വാലിദൈനി മാതാപിതാക്കൾക്കും വൽ അഖ്റബൈനി അടുത്ത ബന്ധുക്കൾക്കും വൽ യതാമ അനാഥർക്കും വൽ മിസ്കീനി അഗതികൾക്കും വഇബ്നുസ് സബീലി വഴിപോക്കർക്കുമാണ്. വമാ തഫഅലൂ മിൻ ഖൈറിൻ, നിങ്ങൾ എന്ത് നല്ല രീതിയിൽ ചിലവഴിച്ചാലും ഫഇന്നല്ലാഹ ബിഹി അലീം, അല്ലാഹു എല്ലാം അറിയുന്നവനാണെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. മാത്രമല്ല സൂറത്ത് തൗബ 39-ാമത്തെ സൂറത്താണ്. അതിൽ 34, 35 ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, വല്ലദീന യക്നിസൂന ദഹബ വൽ ഫില്ലത വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹി ഫബശ്ശിർഹും ബിഅദാബിൻ അലീം യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നമ ഫതഖ്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വളുഹൂറുഹും ഹാദാ മാ കനസ്തും ലിഅൻഫുസികും ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ. അല്ലാഹു പറയുന്നു, വല്ലദീന യക്നിസൂന ദഹബ വൽ ഫില്ലത വലാ യൻഫിഖൂനഹാ ഫീ സബീലില്ലാഹി, സ്വർണവും വെള്ളിയും നിക്ഷേപമാക്കി വയ്ക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാതിരിക്കുകയും ചെയ്യുന്നവരാരോ ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയെക്കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുക നബിയെ. യൗമ യുഹ്മാ അലൈഹിം ഫീ നാരി ജഹന്നമ ഫതഖ്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വളുഹൂറുഹും, നരകാഗ്നിയിൽ വെച്ച് അവ ചുട്ടുപഴിപ്പിക്കപ്പെടും. നിക്ഷേപമാക്കി വച്ചിരിക്കുന്ന സ്വർണം നരകാഗ്നിയിൽ വെച്ച് അവ ചുട്ടുപഴിപ്പിക്കപ്പെടും. എന്നിട്ട് അതുകൊണ്ട് അവരുടെ നെറ്റികളിലും വളുഹൂറുഹും നെറ്റികളിലും വജുനൂബുഹും പാർശ്വങ്ങളിലും വളുഹൂറുഹും അവരുടെ മുതുകുകളിലും ചൂടുവെക്കുന്നതാണ്. എന്നിട്ട് അള്ളാഹു അവരെടുത്ത് പറയുന്നതാണ്, ഹദാ മാ കനസ്തും ലിഅൻഫുസികും, നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി നിങ്ങൾ നിക്ഷേപമാക്കി വെച്ചിരുന്നതാണിത്. ഫദൂഖൂ, അതുകൊണ്ട് നിങ്ങൾ ആ ശിക്ഷ ആസ്വദിച്ചു കൊള്ളുക. ഇൻ കുന്തും മാ കുന്തും തക്നിസൂൻ, നിങ്ങൾ സൂക്ഷിച്ച് നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി നിങ്ങൾ നിക്ഷേപമാക്കി വെച്ചത് നിങ്ങൾ തന്നെ അത് അനുഭവിച്ചു കൊള്ളുക, അതിൻ്റെ ശിക്ഷ എന്ന് അള്ളാഹു അവരോട് പറയപ്പെടുന്നതാണ്. ഇനി നമുക്ക് അള്ളാഹു ഇത്തരമുള്ള ശിക്ഷകളിൽ നിന്നെല്ലാം അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്കൊരു ഹദീസ് മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ ഹമാ ഹദ്ദുൻയാ കമാ യളല്ലു അഹദുക്കും യഹ്മി സഖീമഹുൽ മാഅ. അള്ളാഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ അഹബ്ബൽ അബ്ദ, അള്ളാഹു ഒരു അടിമയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഹമാഹദ്ദുന്യ കമാ യളല്ലു അഹദുക്കും യഹ്മി സഖീമഹുൽ മാഅ, ഒരു മനുഷ്യൻ തൻ്റെ രോഗിയെ വെള്ളത്തിൽ നിന്നും സംരക്ഷിക്കുന്നത് പോലെ ഒരു മനുഷ്യനെ അള്ളാഹു ഇഷ്ടപ്പെട്ട മനുഷ്യനെ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു സൂക്ഷിക്കുന്നതാണ്. അതായത് ഒരു രോഗിയെ വെള്ളം തൊടാത്ത ഒരു രോഗിയാണെങ്കിൽ ആ രോഗിയെ ആ മനുഷ്യൻ വെള്ളത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്നത് പോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ദുനിയാവിൽ നിന്നും സൂക്ഷിക്കുന്നതാണ്, സംരക്ഷിക്കുന്നതാണെന്ന് ഖാല സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അതുപോലെ തന്നെ സൂറത്തുൽ ബഖറയിൽ 261 ഒരായത്തുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് നല്ലതുപോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാത്തവരെ, സമ്പത്ത് ചിലവഴിക്കുന്നതിനെക്കുറിച്ച് അള്ളാഹു ഒരു ഉപമ പറയുകയാണ്.
മഥലില്ലദീന യുൻഫിഖൂന അംവാലിഹിം ഫീ സബീലില്ലാഹി കമഥലി ഹബ്ബത്തിൻ അൻബത്തത് സബ്അ സനാബില ഫീ കുല്ലി സുംബുലത്തിൻ മിഅത്തു ഹബ്ബത്തിൻ വല്ലാഹു യുളൈഫു ലിമൻ യശാ വല്ലാഹു വാസിയുൻ അലീം. അല്ലാഹു പറയുന്നു, മഥലില്ലദീന യുൻഫിഖൂന അംവാലിഹിം ഫീ സബീലില്ലാഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നവരുടെ ഉപമയെപ്പറ്റി അള്ളാഹു പറയുന്നു. കമഥലി ഹബ്ബത്തിൻ, അതൊരു ധാന്യമണിയെപ്പോലെയാണ്. അള്ളാഹു ധാന്യമണിയോടാണ് ഉപമിക്കുന്നത്. അൻബത്തത് സബ്അ സനാബില, അത് ഒരു ധാന്യമണി 7 കതിരുകളെ ഉൽപ്പാദിപ്പിക്കും. ഫീ കുല്ലി സുംബുലത്തിൻ മിഅത്ത് ഹബ്ബത്തിൻ, ഓരോ കതിരിലും 100 കതിർമണികൾ, ഓരോ കതിരിലും 100 മണികളുണ്ടാകും. വല്ലാഹു യുളൈഫു ലിമൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അത് ഇരട്ടിയാക്കി കൊടുക്കുന്നതാണ്. വല്ലാഹു വാസിയുൻ അലീം, അള്ളാഹു ഔദാര്യവാനും അറിവുള്ളവനുമാകുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ സൂറത്തിൽ റഅദ് ആയത്ത്, അത് 13-ാമത്തെ സൂറത്താണ്. 23, 24 ആയത്തുകളുണ്ട്. അള്ളാഹു സജ്ജനങ്ങളെക്കുറിച്ച് വിശേഷിപ്പിക്കുന്ന ഒരു ആയത്താണ്. അള്ളാഹു പറയുന്നു, ജന്നാത്തു അദ്നൻ യദ്ഖുലൂനഹാ വമൻ സലഹ മിൻ ആബായിഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്. അള്ളാഹു പറയുന്നു, ജന്നാത്തു അദ്നൻ യദ്ഖുലൂനഹാ വമൻ സലഹ മിൻ ആബായിഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം, അതായത് സ്ഥിരവാസത്തിനുള്ള സ്വർഗത്തോപ്പുകളിൽ അവരും അവരുടെ പിതാക്കളിൽ നിന്നും, ആബായിഹിം വഅസ്വാജിഹിം അവരുടെ ഇണകളിൽ നിന്നും, വദുരിയാതിഹിം അവരുടെ സന്താനങ്ങളും സജ്ജനങ്ങളായിട്ടുള്ള എല്ലാവരും അതിൽ പ്രവേശിക്കുന്നതാണ്. അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്ന സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് ആരൊക്കെയാണെന്ന് അള്ളാഹു പറയുന്നു. വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, മലക്കുകൾ എല്ലാ വാതിലിലൂടെയും അവരുടെ അടുക്കൽ കടന്നു ചെന്നിട്ട് പറയും, സലാമുൻ അലൈക്കും ബിമാ സബർത്തും ഫനിഅമ ഉഖ്ബദ്ദാർ, നിങ്ങൾക്ക് ക്ഷമ കൈക്കൊണ്ടതിനാൽ നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾ സ്വർഗത്തിൽ കടന്നുകൊള്ളുക എന്ന് അള്ളാഹു മലക്കുകൾ അവരോട് പറയുന്നു. അപ്പോൾ ഫനിഅമ ഉഖ്ബദ്ദാർ, അപ്പോൾ ലോകത്തിൻ്റെ പര്യവസാനം എത്ര നല്ലത് എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തും പരിശുദ്ധ ഖുർആനും അനുസരിച്ച് ജീവിതത്തിൽ പകർത്തി നമ്മൾ സ്വർഗത്തിൽ കുടുംബസഹിതം കിടക്കുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവേ, ഞങ്ങളുടെ എല്ലാ പാപങ്ങളും നീ പുറത്ത് മാപ്പാക്കണേ റഹ്മാനെ. സർവശക്തനായ നാഥ, ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനെ. യാ അല്ലാഹ്, ഞങ്ങൾ ധാരാളം ബുദ്ധിമുട്ടുകളുണ്ടല്ല, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരാണ് നാഥ. അള്ളാഹുവേ, അതെല്ലാം നീ പരിഹരിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ നമസ്കാരത്തെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ നമസ്കാരവും ഞങ്ങളുടെ റുക്കുവും ഞങ്ങളുടെ സുജൂദും ഞങ്ങൾ അനുഷ്ഠിക്കുന്ന നോമ്പും നിനക്ക് വേണ്ടിയാണല്ലോ. അള്ളാഹുവെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, നിൻ്റെ മഹ്ശറ കോടതിയിൽ ഞങ്ങൾ അണിനിരക്കുമ്പോൾ ഞങ്ങളുടെ നമസ്കാരം ഞങ്ങളുടെ വിജയത്തിന് വേണ്ടി സാക്ഷിയാകുന്ന നമസ്കാരമായിരിക്കണേ അള്ളാഹുവെ, നമസ്കാരത്തെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ നമസ്കാരങ്ങളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നീ പുറത്ത് മാപ്പാക്കണേ റഹ്മാനെ. യാ അല്ലാഹ്, ദുആ നീ കബൂലാക്കണേ റഹ്മാനെ. നമസ്കാരത്തിൻ്റെ വിധികർത്താവായ അള്ളാഹുവേ, നരകത്തിൽ നിന്നും ഞങ്ങൾക്കെല്ലാവർക്കും മോചനം നൽകണേ റഹ്മാനെ. ശിക്ഷയിൽ നിന്നും വിചാരണയിൽ നിന്നും നീ ഞങ്ങളെ രക്ഷിക്കണേ റഹ്മാനെ. സിറാത്തുൽ മുസ്തഖീം എന്ന പാലം മിന്നൽ പോലെ കടന്നു പോകാൻ ഞങ്ങൾക്ക് നീ ഉദവി ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവേ, ഒരു രോഗം കൊണ്ടുപോലും ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അള്ളാഹെ. ഓപ്പറേഷന് വിധേയമാകുന്ന രോഗങ്ങളൊന്നും ഞങ്ങൾക്ക് നീ വയ്ക്കല്ലേ റഹ്മാനെ. യാ അല്ലാഹ്, ഡോക്ടറെ കൊണ്ടോ മരുന്ന് കൊണ്ടോ സാധിക്കാത്ത സർവ്വരോഗങ്ങളും നീ വിചാരിച്ചാൽ മാറ്റാമല്ല റഹ്മാൻ. ലാ ഷിഫാ ഇല്ലാ ഷിഫാഉക യാ അല്ലാഹ്, നിന്റെ ശിഫയല്ലാതെ മറ്റൊരു ശിഫയില്ല അല്ലാഹ്. നിന്റെ ഔഷധമല്ലാതെ മറ്റൊരു ഔഷധമില്ല റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും
ഈ വീഡിയോ കാണുന്ന എല്ലാ പൊന്നുമക്കൾക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും അവരെ എല്ലാ രോഗങ്ങളിൽ നിന്ന് നീ രക്ഷിക്കണേ റഹ്മാനേ. അള്ളാഹുവേ, എല്ലാ രോഗത്തിൽ നിന്ന് നീ പൂർണ്ണമായ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനേ. അള്ളാഹുവേ, ഈ ദുആയെ നീ കബൂലാക്കണേ റഹ്മാനേ. ഈ ദുആയെ നീ കബൂലാക്കണേ അല്ലാഹ്. ഈ ദുആയെ നീ കബൂലാക്കണേ റഹ്മാനേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا واغفر لنا وارحمنا ولوالدينا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا إنك جامع الناس ليوم لا ريب فيه إن الله لا يخلف الميعاد. ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. رب اغفر لي ولوالدي وللمؤمنين يوم يقوم الحساب. رب ارحمهما كما ربيانا صغارا. رب ارحمهما كما ربيانا صغارا. رب ارحمهما كما ربياني صغيرا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا رب العالمين. السلام عليكم ورحمة الله.